ബിഗ് ബോസ് നമ്മൾ സീസൺ 8 67 ദിവസത്തിന്റെ ഒരു ഷോർട്ട് റിവ്യൂയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ഫാക്ടറി ടാസ്ക് ഈ ഒരാഴ്ചത്തെ അവസാനിക്കുകയാണ്. 10ാമത്തെ ദിവസത്തിന്റെ ടാസ്കും വീക്കിലി ടാസ്കും നല്ല രീതിയിൽ കുളമാക്കി ബിഗ് ബോസ് സീസൺ 8ന്റെ കണ്ടസ്റ്റന്റ് ഈ ഒരു സീസണിലെ എല്ലാ ടാസ്കുകളും ഓരോന്നോരോന്നായിട്ട് കുളമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫാക്ടറി ടാസ്കും ബിഗ് ബോസ് ടീമിനെ സംബന്ധിച്ച് അവർക്ക് വലിയ കാര്യമായിട്ടത് മികച്ച രീതിയിലൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. എന്തൊക്കെയോ ഒരു പേരിനൊരു ടാസ്ക് മറ്റു ലാംഗ്വേജുകളിലൊക്കെ മുൻ സീസണുകളിൽ വന്നിരുന്ന ഒരു ടാസ്ക് എടുത്ത് തമിഴിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ അത് പ്രോപ്പറായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഈ ഒരു സീസണിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് അത് അതിമനോഹരമായിട്ട് കുളമാക്കുകയും ചെയ്തു. പ്രീവിയസ് എല്ലാ ടാസ്കും എല്ലാ വീക്കിലി ടാസ്ക് എടുത്ത് നോക്കിയാലും ഇതേ അവസ്ഥ തന്നെയാണ്. എന്താണെങ്കിലും ഇന്നലത്തോടു കൂടി ആ ടാസ്ക് നല്ലൊരു ബോറിംഗ് രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. കൂടുതലൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങൾ നടന്നു വന്നിരുന്നതിന്റെ ബാക്കിയായിട്ട് നമ്മുടെ ലേബറും അതുപോലെ തന്നെ മാനേജേഴ്സും തന്നെ നടന്നു. ഇന്നലെ ഇപ്പം പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മാനേജർ സൈഡിൽ നിന്ന് സൗന്ദര്യയും അതുപോലെ തന്നെ ലേബർ സൈഡിൽ നിന്ന് സത്യം അങ്ങോട്ടും ഇങ്ങോട്ടും സാപ്പ് ചെയ്തു. അതുപോലെ തന്നെ അവസാന നിമിഷത്തേക്ക് വരെയും നമ്മുടെ ജാക്കലിൻ മാനേജേഴ്സ് ടീമിൽ ഉണ്ടായിരുന്നു. നമ്മുടെ നോമിനേഷൻ ഫ്രീ പാസ് ഒക്കെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം എന്നൊക്കെയുള്ള ചിന്താഗതിയോടുകൂടി ഇരുന്ന് അവസാന നിമിഷം ഒരു റൂൾസ് വയലേഷൻ നടത്തി നമ്മുടെ മാനേജേഴ്സ് ടീമിൽ നിന്ന് ലേബേഴ്സ് ടീമിലേക്ക് ബിഗ് ബോസ് തന്നെ പണിഷ്മെന്റ് ആയിട്ട് കൊടുത്ത് പുറത്താക്കി. അതോടുകൂടിയാണ് ആ ഒരു ടാസ്ക് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും അവസാനിച്ചിരിക്കുന്നത്. അന്നത്തെ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നല്ല മഴയും കൂടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കേഴ്സ് ഒക്കെ പുറത്തും കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കുന്ന കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മാനേജേഴ്സ് ടീമുമായി ചെറിയ കശപിശകൾ ഉണ്ടാകുന്നു. നമ്മുടെ അൻഷിത, സൗന്ദര്യ, മഞ്ജരി, റാണവ് എന്നിവരൊക്കെ തമ്മിൽ ചെറിയൊരു കശപിശകളും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എല്ലാ വർക്കേഴ്സും ചേർന്ന് അതൊരു സ്ട്രൈക്കിലേക്ക് നീങ്ങി ചെറിയ രീതിയിൽ നല്ല വാക്കുതർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നു. അതിനിടയിൽ നമ്മുടെ റാണവ് ബുദ്ധിപരമായിട്ട് നീങ്ങി ഒരു റെഡ് കാർഡ് എങ്ങനെയെങ്കിലും സൗന്ദര്യക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. റാണവ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, തീർത്തും ഒരു ബുദ്ധിയില്ലാത്ത രീതിയിലല്ലെന്നുണ്ടെങ്കിൽ ഒരു വിവരവും ഇല്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും പല സമയത്തും അത് പബ്ലിക്കിനിടയിലേക്കും അതുപോലെ തന്നെ ബി ടീമിന്റെ ഇടയിലേക്കും എത്തിച്ചു കൊടുക്കുന്ന രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സൗന്ദര്യക്കാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി 2 വാർണിംഗ് കിട്ടിക്കഴിഞ്ഞു. വലിയ കാര്യമായിട്ടുള്ളതല്ല. എന്നാൽ പോലും കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ വിജയ് സേതുപതി വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് അങ്ങനെയുള്ള ഒരു രൂക്ഷമായ ഒരു വിമർശനം സൗന്ദര്യക്കെതിരെ ഒരു കണ്ടസ്റ്റന്റിന് നേരെ പാഞ്ഞെടുക്കുന്നതും അതുപോലെ തന്നെ ആക്രോശിക്കുന്നതും എല്ലാം കുറച്ച് നല്ല രീതിയിൽ തന്നെ വാർണിംഗ് കൊടുത്തിരുന്നു. ഫയർ ചെയ്യുന്നതിനെ പറ്റിയൊന്നും അത്രയ്ക്ക് നല്ലൊരു അഭിപ്രായമല്ല വിജയ് സേതുപതി കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് മറ്റൊരു കണ്ടസ്റ്റന്റിന് നേർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഫിസിക്കൽ അറ്റാക്കിംഗ് രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഥക് തുറന്നു തരാൻ പുറത്തേക്ക് പോരെ എന്നൊരു രീതിയിലാണ് കഴിഞ്ഞ ആഴ്ച വരെയും പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ റയാൻ, റാണവ് ആ ഒരു ഇഷ്യൂ ഇടയിലും അതുപോലെ സൗന്ദര്യക്ക് ഇതിനു മുൻപേ പ്രശ്നം ഉണ്ടായിരുന്നു. അതിനും ആ സമയത്തും വാണിംഗ് കിട്ടിയിരുന്നു. ആ ഒരു സംഭവങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ടാണ് റാണവ് മാക്സിമം സൗന്ദര്യയെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നത്. ഒരു വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് റാണവ് വന്നതുകൊണ്ട് തന്നെ പുറത്തെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ സൗന്ദര്യമൊക്കെ ആ ഒരു ഹൗസിനുള്ളിൽ 0 ഇൻപുട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് എന്തുകൊണ്ടോ ക്യൂട്ട്നെസ് ഓവർലോഡൊക്കെ വാരി വിതറി നിൽക്കുന്നത് കൊണ്ട് തന്നെ തമിഴ് ഓഡിയൻസിനെയൊക്കെ കയ്യിലെടുത്ത് വോട്ടിങ്ങിലൊക്കെ ലീഡിങ് ഇതിലേക്ക് നിൽക്കുന്നതാണ്. പക്ഷെ ആസ് എ കണ്ടസ്റ്റന്റ് എനിക്ക് ഇതുവരെ ഒന്നും അതിനകത്ത് സൗന്ദര്യം എന്ന കണ്ടസ്റ്റന്റ് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും തമിഴ് ഓഡിയൻസ് വോട്ട് ചെയ്യുന്നതെന്നും അറിയത്തില്ല. എന്തായാലും അങ്ങനെ ഒരു വോട്ടിംഗ് ഒക്കെ നിലനിൽക്കുമ്പോൾ റാണവൊക്കെ എങ്ങനെയും തകർക്കാനുള്ള ഈ പറയുന്ന സൗന്ദര്യയെ തകർക്കാൻ തന്നെ പ്ലാൻ ചെയ്ത് ഈസി ആയിട്ട് പ്രൊവോക്ക് ചെയ്യപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സൗന്ദര്യയെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത്. നല്ല കാര്യം തന്നെയാണ്, നല്ലൊരു ഗെയിം തന്നെയാണ്. അതുകൊണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെ റാണവ് ശ്രമിക്കുന്നുണ്ട്. ബട്ട് റാണവിനെ സംബന്ധിച്ച് അതൊരു പ്രോപ്പറായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ മിക്കതും പാളിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇന്നലത്തെ ആ ഒരു വഴക്കിനിടയിലും ഈ പറഞ്ഞതുപോലെ സൗന്ദര്യക്ക് നേരെ അങ്ങനെ ഒരു പെട്ടെന്ന് നമ്മുടെ വർക്കേഴ്സിനിടയിലേക്ക് വന്ന് അവരെ കൈവച്ചു എന്ന രീതിയിലേക്ക് വരെയും കൊണ്ടുവന്നു. ജസ്റ്റ് ആ ഒരു ടാസ്കിനിടയിൽ തന്നെ ഒരു പിടിവലി മാത്രമേ ഉള്ളൂ. അതിനിടയിൽ മഞ്ജരി വന്ന് അടിക്കുന്നതും ഒക്കെ അതൊരു എടുത്തു കാണിച്ചു. ഫിസിക്കൽ ഒരു അസാൾട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ അറ്റാക്കിലേക്ക് മാറി. അതൊക്കെ മോശമായ രീതിയിലേക്കാണ് റാണവ് എടുത്തു കാണിച്ചിട്ടുണ്ട്. 2 തവണ സൗന്ദര്യക്ക് വാർണിംഗ് കൊടുത്തു. 3ാമത് നിങ്ങൾ ഇത് തന്നെയാണോ ചെയ്യുന്നത്? അതൊക്കെ പബ്ലിക്കിനിടയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡുകൾ ഇത് വിജയ സേതുപതി ചോദിക്കണം, അതിനുവേണ്ടി കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രൈക്കിലേക്കൊക്കെ നീങ്ങണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയ സ്ട്രൈക്കിലേക്കൊക്കെ നീങ്ങുന്നതിന് മുന്നേ തന്നെ അതൊരു ശാന്തമായ രീതിയിൽ ഒതുക്കി തീർത്തു.
ഈ പറയുന്ന വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മാനേജേഴ്സ് ടീം വന്ന് സംസാരിച്ച് ഒരു സൈഡിൽ ഈ പറയുന്ന സൗന്ദര്യ ആണെന്നുണ്ടെങ്കിലും മഞ്ജരി ആണെന്നുണ്ടെങ്കിലും വർക്കേഴ്സിനോട് ഈ പറയുന്ന മാപ്പ് പറഞ്ഞ ഒരു പ്രശ്നം പരിഹരിച്ച് പിന്നെ നോർമൽ റൊട്ടീൻസ് പോലെ വർക്കും കാര്യങ്ങളും ഒക്കെ നടന്നു. അതിനിടയിൽ സൗന്ദര്യ അതുപോലെ തന്നെ സത്യ അങ്ങോട്ടും ഇങ്ങോട്ടും സാപ്പ് ചെയ്തു. ഓൾമോസ്റ്റ് ഇന്നലത്തോടു കൂടി ആ ഒരു സെക്ഷൻ മൈൻഡപ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അരുണൊക്കെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നത് കൊണ്ട് തന്നെ സൈലന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പോയി. അപ്പം ഇന്നലത്തെ എന്ന് പറയുമ്പോൾ ഈ ഒരു ടാസ്കിൽ ഇതുവരെയും നമ്മുടെ മാനേജേഴ്സ് ആണ് ഈ കുക്കിംഗ് കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഹൗസിനുള്ളിലെ. എന്നാൽ ഇന്നത്തേക്ക് വന്നു കഴിഞ്ഞപ്പം കുക്കിംഗ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന രീതിയിലേക്ക് ബിഗ് ബോസ് രണ്ടാമത് റൂളൂടെ കൊണ്ടുവന്നു. അപ്പം അതും കൂടെ കുറച്ച് ഹാർഡായിരുന്നു വർക്കേഴ്സിനെ സംബന്ധിച്ച്. എന്നാലും അതൊക്കെ അവര് ഒരു പരിധി വരെ കാര്യങ്ങളൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർക്കേഴ്സ് ആയിട്ടിരുന്ന ആൾക്കാരാണ് ശരിക്കും ഈ ഒരു ടാസ്ക് കൊണ്ടുപോയതെന്ന് പറയാം. ബാക്കി മാനേജേഴ്സ് ഒക്കെ അട്ടർ വേസ്റ്റ് ആയിരുന്നു, പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതിനിടയിൽ ജാക്ലിൻ അതുപോലെ തന്നെ ദീപക് എന്നിവർ വാഷ്റൂം യൂസ് ചെയ്തു ഒന്നിച്ച് അറ്റ് എ ടൈം. അത് നമ്മുടെ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് അത് കാണുകയും റൂൾസ് വയലേഷൻ എന്ന പേരിൽ ജാക്ലിനെ ഈ പറയുന്നത് പോലെ നോമിനേറ്റഡ് ഏരിയയിലേക്ക്, അതായത് ലേബേഴ്സിന്റെ അടുത്തേക്ക് വിടുകയും പണിഷ്മെന്റ് ആയിട്ട് വീണ്ടും ഈ പറയുന്നത് പോലെ ലേബേഴ്സിന്റെ കൂടെയായി ജാക്ലിൻ. അപ്പൊ ഈ പറയുന്ന മാനേജേഴ്സിന്റെ ടീമിലെ എണ്ണം കുറഞ്ഞു. അപ്പോഴത്തേക്കും ഈ ഒരു ടാസ്കും ഏകദേശം അവസാനിച്ചു. പിന്നീട് ഈ പറയുന്നത് പോലെ നോമിനേഷൻ ഫ്രീ പാസ് ആർക്കാണ്, അതുപോലെ തന്നെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ആരാണ് വരുന്നത് എന്നൊക്കെയുള്ള ഒരു ഡിസ്കഷനിലേക്കാണ് കടന്നത് ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത്. മഞ്ജരിയും മുത്തുമൊക്കെ വളരെ ഭയങ്കരമായിട്ട് തന്ത്രങ്ങളും അതുപോലെ പലരെയും ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. ജാക്ലിനൊക്കെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട്, പലരെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് ആരെയാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ. അപ്പൊ മഞ്ജരിക്കൊക്കെ എങ്ങനെയെങ്കിലും ആ ഒരു നോമിനേഷൻ ഫ്രീ കാർഡ് തട്ടിയെടുക്കണമെന്നുള്ള പ്ലാനുകളുണ്ട്, അതുപോലെ തന്നെ പക്ഷിക്ക് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു ടീമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജെഫ്രി, അരുണ്, സത്യ എന്നിവരൊക്കെ ആ ഒരു ടീമിലുണ്ട്, പവിത്ര. അപ്പം എന്താണെന്നുണ്ടെങ്കിൽ മെജോറിറ്റിയിൽ ഇവർ പിടിച്ചു നിൽക്കുമെന്ന് തന്നെ അരുണൊക്കെ മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നലത്തോടു കൂടി ആ ഒരു ടാസ്ക് വളരെ ബോറിംഗ് ആയ രീതിയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന നോമിനേഷൻ ഫ്രീ പാസും അതും കാര്യങ്ങളും ഇന്നത്തെ ഒരു ലൈവിലേക്കാണ് വരുന്നത്. അതിന്റെ വിവരങ്ങളും അറിഞ്ഞിട്ടുണ്ട്, പറയാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊമോഷൻ, അതായത് ആറ്റംബർഗിന്റെ ഒരു പ്രൊമോഷൻ ടാസ്ക് ആണ് കുക്കിംഗ് ചമ്മന്തി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട്. അത് നമ്മുടെ അൻഷിത, വിശാൽ എന്നിവരുടെ ടീമാണ് വിജയിച്ചത്. അതിനുശേഷം നമ്മുടെ തർഷികയുടെ ബർത്ത്ഡേ വരുന്നു. അതുമായി ബന്ധപ്പെട്ട ചെറിയ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി കൊണ്ടുപോയി ഇന്നലത്തെ ആ ഒരു ദിവസം അങ്ങോട്ട് അവസാനിച്ചു. ഏകദേശം ഈ ഒരാഴ്ചയും നല്ല രീതിയിൽ ബോറടിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ 8ന്റെ 10ാമത്തെ ആഴ്ചയും തീരാൻ പോകുകയാണ്. പ്രത്യേകിച്ച് ബിഗ് ബോസിന്റെ ടീമും ഒരു കണ്ടന്റും കൊണ്ടുവരുന്നില്ല, അതുപോലെ തന്നെ കണ്ടസ്റ്റൻസും ഒരു കണ്ടന്റും കൊണ്ടുവരുന്നില്ല. കുറച്ച് പേര് മാത്രം അവിടെ ഇരുന്ന് എന്തൊക്കെയോ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പലരുടെയും ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കൂട്ടമായിട്ടിരുന്നുകൊണ്ടുള്ള മഞ്ജരി അതുപോലെ തന്നെ മുത്തുകുമരനൊക്കെ പുറത്ത് തന്നെ സുഹൃത്തുക്കളാണ്, അകത്ത് വന്നുകൊണ്ടും ആ ഒരു സുഹൃത്ത് ബന്ധത്തിലൂടെ പലരെയും ബ്രെയിൻ വാഷ് ചെയ്ത് തങ്ങളുടെ രീതിയിലേക്ക് വരുത്താൻ നോക്കുന്നു. മുത്തുകുമാരനൊക്കെ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് പുറത്തു നിന്നുണ്ട്. എന്നാൽ വിശാല്, തർഷിക, അതുപോലെ തന്നെ സത്യ, അരുൺ ഇവർക്കൊക്കെ കുറച്ച് എതിർപ്പുള്ള ആൾക്കാരും പുറത്തുനിന്ന് വരുന്നുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടും ഇല്ല. എന്നാൽ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്നു. ചിലപ്പം വിശാല്, തർഷികയ്ക്ക് ഈ ഒരാഴ്ച പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട് എന്നാണെങ്കിലും നമുക്ക് നോക്കാം. ഇത്രയൊക്കെയാണ് ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊരു ഹൈപ്പ് കൊടുക്കേണ്ട രീതിയിലുള്ള ഒരു സംഭവങ്ങളും ഇല്ല. ചെറിയ രീതിയിലുള്ള വഴക്കുകളും കാര്യങ്ങളും നമ്മുടെ അൻഷിത, അതുപോലെ തന്നെ സൗന്ദര്യ, റാണവും മഞ്ജരി എന്നിവർ നടന്ന ഒരു വഴക്ക്, അതുപോലെ തന്നെ അതിനിടയിൽ മുത്തുകുമരൻ വരുന്ന ഒരു ചെറിയ രീതിയിലുള്ള വഴക്കും കാര്യങ്ങളും, നമ്മുടെ സ്പോൺസർ ടാസ്കിലെ വിന്നിംഗ് മൊമെന്റ്, നമ്മുടെ ചമ്മന്തി ഫേമസ് ആയ ബിഗ് ബോസ് സീസൺ 8ലെ ഫേമസ് ആയ ചമ്മന്തി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ടാസ്ക്, ഇത്രയൊക്കെ തന്നെ ഇന്നലത്തെ ഒരു എപ്പിസോഡിലുള്ള. അല്ലാണ്ട് ബിഗ് ബോസ് ടീമിനും പുതിയതായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഡയറക്റ്റ് നോമിനേഷനിൽ ആരാണ് വരുന്നത്, അതുപോലെ തന്നെ നോമിനേഷൻ ഫ്രീ പാസ് ആർക്കാണ് കിട്ടാൻ പോകുന്നത്, അതുപോലെ തന്നെ ഈ ഒരാഴ്ച പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ആരൊക്കെയാണ്, ഹോട്ട് സീറ്റിൽ ആരൊക്കെയാണെന്നുള്ളത് കാണിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരാം.